അപ്പോൾ നമ്മളിന്ന് വന്നെത്തിയിരിക്കുന്നത് ഷാർജയിലെ കോർഫക്കാൻ പോലെ തന്നെ മറ്റൊരു മനോഹരമായ സ്ഥലത്താണ് ഖൽബയിലെ ഹാങ്ങിങ് ഗാർഡനിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടേറ്റും വരാം. പകൽ വന്നിരുന്നെങ്കിൽ വേറെ രീതിയിലുള്ള ആംബിയൻസ് ആയിരുന്നു. കാരണം സൈഡിലൊക്കെയുള്ള ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ കാണാം. അപ്പോൾ ഹാങ്ങിങ് ഗാർഡനിലെ ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ ഈ രാത്രിയിൽ ശരിക്കും കാണാൻ പറ്റില്ല. ഹാങ്ങിങ് ഗാർഡനിലെ ഈ മനോഹരമായ വെള്ളച്ചാട്ടം കണ്ടു. അതിൻ്റെ ശബ്ദമൊക്കെ കേട്ട് അവിടെ നിൽക്കാൻ തന്നെ ഒരു പ്രത്യേക സുഖമാണ്. മനുഷ്യനിർമ്മിതമായ വെള്ളച്ചാട്ടമാണ്, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം. ഇതൊന്നും നാച്ചുറൽ അല്ല. അപ്പോൾ നമുക്ക് ഇനി ഹാങ്ങിങ് ഗാർഡൻ മൊത്തത്തിലൊന്ന് ചുറ്റിയടിച്ച് കണ്ടിട്ട് വരാം. ഇവിടെ ഹാങ്ങിങ് ഗാർഡിൻ്റെ ഉള്ളിൽ തന്നെ ഒരു ട്രെയിൻ സർവീസ് ഉണ്ട്. ഇതിന് നമ്മൾ എക്സ്ട്രാ 5 dirhams പേ ചെയ്യേണ്ടതുണ്ട് പെർ പേഴ്സൺ. അപ്പോൾ ഹാങ്ങിങ് ഗാർഡിൻ്റെ ഉള്ളിൽ വരാൻ വേണ്ടിയിട്ടുള്ള പാസിന് 5 dirhams പേ ചെയ്യണം. അതുകൂടാതെ ഉള്ളിൽ ഈ ട്രെയിനിൽ കറങ്ങാൻ ഒരു 5 dirhams എക്സ്ട്രാ നമ്മൾ പേ ചെയ്യണം. അമ്മൂസേ അമ്മേ ട്രെയിൻ ഇതാണ് ഹാങ്ങിങ് ഗാർഡിൻ്റെ മാപ്പ്. പിള്ളേർക്കുള്ള ഒരു ചെറിയ മിനി പാർക്കൊക്കെ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആമയും അമ്മും അവിടെ ഇറങ്ങണമെന്ന് പറഞ്ഞ് ബഹളം വെച്ചു. പക്ഷേ എന്തായാലും കയറിയതല്ലേ, ആ വെള്ളച്ചാട്ടത്തിന് അതിൽ പോകുന്ന സീനറിയെ കണ്ടിട്ട് നമുക്ക് തിരിച്ചു വരാം പാർക്കിലേക്കൊക്കെ എന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ച് നമ്മളങ്ങ് പോയി. അപ്പോൾ കണ്ടോട്ടോ, അപ്പോൾ സീനറി കണ്ടോ, നമ്മൾ ഇത്ര അടുത്തേക്കടെ പോകുന്നതെന്ന് നോക്കിയോ. വാവ്, അങ്ങനെ ചുറ്റിയടിച്ച് വന്നപ്പോൾ ഒരു സ്കേറ്റിംഗ് പാർക്ക് കണ്ടു. ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഉള്ളതാണ്. ഇപ്പോൾ സ്കേറ്റിംഗ് അറിയാവുന്നവർക്കൊക്കെ ഇവിടെ വന്ന് സ്കേറ്റിംഗ് ചെയ്യാൻ പറ്റും. സ്കേറ്റിംഗ് എക്യുപ്മെൻറ്റ്സ് ഒക്കെ അവിടെ ഉണ്ട്. അത് പണം അടയ്ക്കണോ വേണ്ടയോ എന്നുള്ളത് എനിക്കറിയത്തില്ല. ഉറപ്പായിട്ടും പണം അടയ്ക്കേണ്ടി വരും. എന്ത് കാര്യത്തിനും എക്സ്ട്രാ വന്നു കഴിഞ്ഞാൽ പണം അടയ്ക്കാനുള്ളൂ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ ട്രെയിൻ സർവീസ് പോലെ തന്നെ. പിന്നെ ഇവിടെ ചെറുതും വലുതുമായ ഒരുപാട് റെസ്റ്റോറൻറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ അങ്ങോട്ടൊന്നും പോയില്ല. പോയി കഴിഞ്ഞാൽ ഐസ്ക്രീം വേണം, അത് വേണം, ഇത് വേണം എന്നൊക്കെ പറഞ്ഞ് പിള്ളേർ ഒരുപാട് ബഹളം വെച്ച് പ്രശ്നം ഉണ്ടാക്കി രാത്രിയാക്കി കൂടെ പ്രശ്നമാക്കും. അത് കാരണം അല്ലാതെ തന്നെ ഒരു ശരിക്കും ഉറക്കം ശരിയാവാതെ വന്നേ. ഇച്ചിരി ചീമൂടൊക്കെ ഉണ്ടായിരുന്നു. കാരണം പിന്നെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ആകത്തകിടം മറിയും. ഇങ്ങനെ പാർക്കി പോവാട്ടോ. ഏത് പാർക്കിലാണ് പോകണ്ടേ? എല്ലാം ഇഷ്ടപ്പെട്ടു. ഈ രാത്രിയിൽ ഈ പാർക്കിൻ്റെ അടുത്തൊന്നും വെട്ടമില്ലാതെ ഇട്ടേക്കുന്നത് എന്തിനാണെന്നറിയാൻ പാടില്ല. എസ്പെഷ്യലി പിള്ളേർ കുഞ്ഞുങ്ങളൊക്കെ വന്ന് ഇവിടെ കളിക്കാൻ നേരത്തെ വെട്ടമില്ലാത്തത് ഭയങ്കര വലിയൊരു പോരായ്മയായിട്ട് തോന്നി. എല്ലാം ഓക്കെ, തീമൊക്കെ സെറ്റ് വെച്ചേക്കുന്നതാണ്. പക്ഷേ ഈ പാർക്കിൻ്റെ അടുത്ത് ഇച്ചിരി വെട്ടം കൊടുക്കാമായിരുന്നു എന്നെനിക്ക് തോന്നി. ശരിയല്ലേ? അങ്ങനെ കുറച്ച് നേരം അവളെ കളിച്ച് മടുത്ത് കഴിഞ്ഞപ്പോൾ വേറൊരു ചെറിയൊരു പാർക്ക് ഏരിയയുടെ ഉണ്ടായിരുന്നു. അവിടെ വന്നു. അവിടെയും കുറച്ച് എക്യുപ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിള്ളേർ അവിടെയും കുറേ നേരം ചിലവഴിച്ചു. അപ്പോൾ അവർ അറമാദിക്കട്ടെ അല്ലേ. അമ്മേനെ വിളിച്ച് കാണിച്ചേ.
ഇത് മൗണ്ടൻ്റെ മുകളിലേക്കുള്ള വാക്കിംഗ് വേ ആണ്. നമുക്ക് നടന്നിട്ട് ഇതിൻ്റെ മണ്ടേ വരെ എത്താം. ഞാൻ നടന്നുകൊണ്ടിരിക്കുവാണ്. ആമിക്കുഞ്ഞ് സ്ട്രോങ് ആണോടാ? ആരാ സ്ട്രോങ് ആവണ്ട? ഇത് നിന്നെ എടുത്തോണ്ട് ഈ മുകളിൽ ചെല്ലണമെങ്കിൽ. അമ്മൂശ തന്നെ നടന്ന് കയറണ കണ്ടാ. ഞങ്ങളിപ്പോൾ താഴേന്നോട്ട് നടന്ന് കയറി തുടങ്ങിയതാ. ഒരു സൂത്രം കാണിച്ചു തരാം. നമ്മളിവിടെ നിന്ന് നടന്നെത്തിക്കഴിയുമ്പോൾ ഇത് ഓരോ സ്റ്റെപ്പായിട്ടാണ് ക്രമീകരിച്ചേക്കണം. അപ്പോൾ ഇവിടെ സ്റ്റെപ്പിൻ്റെ അടുത്ത് എത്തിക്കഴിയുമ്പോൾ നമുക്ക് എന്താ കാണാൻ പറ്റുമെന്ന് നോക്കാം കേട്ടോ. നടന്ന് ഇതിൻ്റെ അടുത്തൊരു ഭാഗത്തെത്തി. ഏറ്റവും മുകളിൽ കയറി നിന്നിട്ട് മുകളിൽ നിന്ന് താഴത്തേക്കുള്ള വ്യൂ നമുക്ക് കാണാൻ പറ്റും. നമുക്ക് പോയി കാണാൻ പോകാം. ഓക്കെ. കെട്ട് ശബരിമലയ്ക്ക് നമ്മളും സ്വാമിക്ക് ശരണം. അപ്പോൾ അടുത്ത വ്യൂ പോയിന്റിലേക്ക് നടന്ന് കതച്ച് ഞങ്ങൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഈ ആമിക്കുഞ്ഞും തോളെ കയറിയിരിക്കുന്ന കാരണം ഞാൻ കതച്ച് അയ്യോ സുഖമല്ലേടാ ആമിക്കുഞ്ഞ? നല്ല സുഖമല്ലേ? അടുത്ത വ്യൂ പോയിന്റിൽ എത്തിയിരിക്കുകയാണ്. ഇത് കഴിഞ്ഞിട്ട് അവസാനത്തെ ഒരു വ്യൂ പോയിൻ്റോടെ ഉണ്ട് അങ്ങ് മുകളിൽ. അത് ഈ ആമിക്കുഞ്ഞിനെ കൊണ്ട് നടന്ന് ഞാൻ അവിടെ എത്തണം. ആഹാ അതാണ് ലാസ്റ്റ് വ്യൂ പോയിൻ്റ്. ആമിക്കുഞ്ഞ് അത് കണ്ടോ പൂവൊക്കെ നിൽക്കണേ? അവിടെ ചെല്ലണം നമുക്ക്. ഓക്കെ, നല്ല സുഖമല്ലേ? അല്ലേ? മടുത്തോടാ ആമിക്കുഞ്ഞാ? തോളയിരുന്നിട്ടാ അമ്മേ. മുകളിലൊരു വ്യൂ പോയിൻ്റ് ഉണ്ട്. ഇവരെല്ലാം തളർന്നു, ഞാനും തളർന്നു. കാരണം ഞാൻ ഒറ്റയ്ക്കാണ് പോകുന്നത്. നമുക്കിനി പോരുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇതിൻ്റെ മുകളിൽ എന്താണെന്ന് നമുക്ക് ഓടിക്കയറി പോയി നോക്കാം. ഏറ്റവും മുകളിലത്തെ വ്യൂ പോയിന്റിലേക്ക് നമുക്ക് ഓടിക്കയറി പോകാം. ഒന്ന് വഴിയൊക്കെ ഉണ്ടോ? നല്ല സെറ്റാണ്. തൊട്ട് താഴെ ഭാഗത്ത് വെട്ടമുണ്ടായിരുന്നില്ല, പക്ഷെ ഇവിടെ നല്ല സൂപ്പർ വെട്ടാണ്. ഇതിൻ്റെ മുകളിൽ നല്ല നടപ്പാതയൊക്കെ ഉണ്ട്. ഉച്ചയ്ക്കൊക്കെ വന്നു കഴിഞ്ഞാൽ നടക്കാൻ പറ്റിയ സ്ഥലമാണ്. റിലാക്സ് ചെയ്ത് ചെറിയ സ്നാക്സും ഒരു ചായയൊക്കെ കയ്യിലുണ്ടെങ്കിൽ ഇത് കുടിച്ച് പതുക്കെ നടക്കാൻ പറ്റിയ സ്ഥലമാണ്. പക്ഷേ നമുക്ക് കാണേണ്ട സ്ഥലം ഇതല്ല. അപ്പോൾ പോയിന്റിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രകൃതിയുടെ അതിമനോഹര കാഴ്ച എന്നൊക്കെ പറയാം. പക്ഷേ പ്രകൃതിയിൽ മനുഷ്യൻ തീർത്ത അതിമനോഹരമായ കാഴ്ച എന്ന് തന്നെ പറയേണ്ടി വരും. ഇതൊന്നും നാച്ചുറൽ അല്ല, മനുഷ്യനിർമ്മിതമാണ്. വാവ്, ഇതാണ് അവസാനത്തെ വ്യൂ പോയിൻ്റ്. ഇതാണ് ഞാൻ താഴെ നിന്ന് കാണിച്ചിരുന്ന ഫ്ലവേഴ്സ് ഉണ്ട്. ആമിക്കുഞ്ഞിനെയൊക്കെ ഒരു മിന്നായം പോലെ താഴെ കാണാം. തൊട്ട് താഴത്തെ വ്യൂ പോയിൻ്റ് അവരിരിക്കുന്നത്. കണ്ടു നോക്കൂ, ഇവിടെ നിന്നുള്ള വ്യൂ നോക്കൂ മക്കളെ. എപ്പടി സൂപ്പറല്ലേ? ഫുള്ള് പൈപ്പ് സെറ്റപ്പാ. കണ്ടോ? നക്ഷത്രങ്ങൾ മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 4 മണിയൊക്കെ ആകുമ്പോൾ നമ്മുടെ പിള്ളേരെ കൂട്ടിയിട്ട് ഫാമിലി ആയിട്ടിവിടെ വരുവാണെങ്കിൽ ഇവൻ പകലിലെ കാഴ്ചയും രാത്രിയിലത്തെ കാഴ്ചയൊക്കെ കണ്ടിട്ട് പോവാം. 4 മണിക്ക് വന്നെങ്കിൽ ഷാർജയിൽ നിന്ന് പുറപ്പെടുകയാണെങ്കിൽ ഒരു 3 മണിയൊക്കെ ആകുമ്പോൾ 2:30-3 ആകുമ്പോൾ പോരണം. എന്നാലും സമയത്ത് ഇവിടെ എത്താൻ പറ്റുള്ളൂ. പിന്നെ ഇങ്ങോട്ട് പോരാൻ നേരം ട്രാഫിക്കൊന്നുമില്ല, നല്ല വിട്ടടിച്ച് പോരാം. കുറച്ചൊരു ഹിൽ ഏരിയയൊക്കെ ഉണ്ട്. അവിടെ മാത്രം ഒരു 60 കിലോമീറ്റർ റോഡ്, ബാക്കി എല്ലായിടത്തും 120 കിലോമീറ്റർ റോഡാണ്. വിട്ടടിച്ചിങ്ങ് പോരാം. എന്തായാലും 15 ദിർഹത്തിന് കാണാനുള്ള ഒരുപാട് കാഴ്ചകളുണ്ട് ഇവിടെയുണ്ട്. ഇതിലും വലിയ പൈസയൊക്കെ മേടിച്ചിട്ട് നമ്മൾ ദുബായി കാണുന്ന പോലെയൊന്നുമല്ല. ഷാർജയിലെ ഇപ്പോൾ കുറേ 2 വർഷം മുമ്പ് ഇവിടെയൊക്കെ ഫ്രീ ആയിരുന്നു എൻട്രി. ഇനി ഓരോ വർഷം കൂടുന്തോറും എൻട്രി ഫീസൊക്കെ കൂടും. ഇവിടെയുള്ള പുതിയ സംഭവങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കും. ഇപ്പോൾ കാണുന്നവരൊക്കെ പെട്ടെന്ന് തന്നെ പോരെ, മസ്റ്റ് വിസിറ്റ് പ്ലേസാണ്. കോർഫക്കാൻ പോലെ തന്നെ ഒരു ഷാർജയുടെ തന്ത്രപ്രധാനമായ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇൻസ്റ്റാഗ്രാമിലൊക്കെ നിങ്ങൾക്കറിയാം
യൂട്യൂബിലൊക്കെ നിങ്ങൾക്കറിയാം ഇതിനെക്കുറിച്ചുള്ള ഒരുപാട് വീഡിയോസ് വന്നുകൊണ്ടിരിപ്പുണ്ട്. നോക്കിക്കഴിഞ്ഞാൽ അറിയാം, എന്നെക്കാളും മനോഹരമായ വീഡിയോസ് അതിനകത്ത് കിടപ്പുണ്ട്. കാരണം പകൽ സമയത്തുള്ളതും രാത്രി സമയത്തുള്ളതും ഒക്കെ. അപ്പോൾ മറക്കേണ്ട സ്ഥലം കൽബയിലെ ഹാങ്ങിങ് ഗാർഡൻ. അപ്പോൾ വീണ്ടും വേറെ ഏതെങ്കിലും ഒരു യാത്രയിലെ വിശേഷങ്ങളൊക്കെ ആയിട്ട്, ഈ പിള്ളേരൊക്കെ ഉള്ള കാരണം വീഡിയോ എടുക്കാൻ ഭയങ്കര പാടാണ്. എന്നാലും കാണാം. ബൈ ബൈ. ഹാങ്ങിങ് ഗാർഡനിലെ ഏറ്റവും മനോഹരമാക്കുന്ന ഫ്ലവേഴ്സ്, രാത്രിയിൽ ഇങ്ങനെ തെളിഞ്ഞ് കാണുന്ന ഫ്ലവേഴ്സ് ഇത് തന്നെയാണ് വാടാമല്ലിപ്പൂക്കൾ, അഥവാ ബോഗൺവില്ല. വാടാമല്ലി നല്ലോ, കടലാസ് റോസ എന്നല്ല ഇതിന് പേര് പറയുന്നത്. സോറി, കടലാസ് റോസ അഥവാ ബോഗൺവില്ല. അപ്പോൾ ടാറ്റ ബൈ ബൈ ഖൽബ, ടാറ്റ ബൈ ബൈ ഹാങ്ങിങ് ഗാർഡൻ. പിന്നെ ഇവിടുത്തെ പേയ്മെൻറ്റ് അടയ്ക്കുന്ന കാര്യം ഞാൻ പറയാൻ മറന്നുപോയി. അത് നിങ്ങൾ ക്യാഷും കാർഡായിട്ടൊന്നും അല്ല അടയ്ക്കണ്ടേ. ഇവിടെ ആപ്ലിക്കേഷൻ തരും. ആപ്ലിക്കേഷനിൽ കയറിയിട്ട് 3 ദിവസത്തിനുള്ളിൽ പേയ്മെൻറ്റ് ചെയ്യുക. അങ്ങനെയാണ് കേട്ടോ.